ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ഷറി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈഡ്സുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസാണ്. അപ്പോൾ പ്രോബ്ലംസിന് വേണ്ടിയ കുറച്ച് റൂൾസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉൾപ്പെടുന്ന പ്രോബ്ലംസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം, √6 × √150. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓർഡർ രണ്ടെണ്ണത്തിൻ്റെയും 2 ആണ്, സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ നമുക്കിത് ഒറ്റ റൂട്ടിനകത്ത് ഇതിനെ എഴുതാം. √AB = √A × √B എന്നുള്ള രീതിയിൽ ആ റൂൾ ഉപയോഗിച്ചപ്പോൾ നമുക്കിത് ഒറ്റ റൂട്ടിനകത്ത് എഴുതാം. 6 × 150 ഒരു റൂട്ടിനകത്ത് എഴുതും. ദാറ്റ്സ് ഈക്വൽ ടു 150 × 6 ഈസ് 15 × 6, 15 × 6 90. അപ്പോൾ √90 പിന്നെ 0 900. √900 √900 ഈസ് 3/9 30 സ്ക്വയറാണ്. 30യുടെ സ്ക്വയറാണ് 900. അപ്പോൾ ദ ആൻസർ ഈസ് 30. Second problem, √288 divided by √162. 288 ആണ് ഇതിനകത്ത് റാഡിക്കൻ്റ്, ഇത് 162. നമുക്കതിൻ്റെ റൂട്ടൊന്നും എടുക്കാനൊക്കെ അതില്ല, ഇത് ഒരു സൈഡാണ്. അപ്പോൾ ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നമുക്കതിനെ ഒരു മിക്സഡ് സൈഡാക്കി എഴുതി നോക്കാം. 288 ഫാക്ടറൈസ് ചെയ്താൽ എന്ത് വരും? 288 ഈവൻ നമ്പർ ആയതുകൊണ്ട് രണ്ടുകൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 144 144 നമുക്ക് പരിചയമുള്ളതാണ്. 12ൻ്റെ സ്ക്വയറാണ് അല്ലേ? 12ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 12 × 12 ആണ് 144. ഇതോ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. 162 16 എടുത്തല്ലേ ഒക്കെ ഉള്ളൂ. അപ്പോൾ 81ഉം 9 × 9 അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? √288 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ √2 × 12 × 12 അല്ലേ? ഡിവൈഡഡ് ബൈ ഇതോ √2 ഇത് 9 × 9 അല്ലേ? അപ്പോൾ 12 × 12 ആകുമ്പോൾ 12 എഴുതാം. ഒരു 2 ഉള്ളൂ, അപ്പോൾ അത് √2 റൂട്ടിനകത്ത് എഴുതും. ഡിവൈഡഡ് ബൈ ഇത് 9 × 9, ഒരു 9 വെളിയിലെടുത്തു, 9√2. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിഷൻ ആകുമ്പോൾ √2 ക്യാൻസൽഡ് അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമായിട്ട് എഴുതി 9√2. ഇതങ്ങ് വെട്ടിപ്പോവും. ബാക്കി പിന്നെ ഇതും വെട്ടാമല്ലേ? ഇത്ര കൊണ്ട് 3 കൊണ്ട് വെട്ടാം. 4 × 3 = 12, 3 × 9. അപ്പോൾ 4/3 4/3 എന്ന് പറയുമ്പോൾ 1 and 1/3. ഓക്കെ, ആൻസർ ഈസ് 1 and 1/3. നെക്സ്റ്റ് പ്രോബ്ലം, 125 raised to -2/3. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഫ്രാക്ഷനാണ് വന്നേക്കുന്നത്. ഈ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ശ്രദ്ധിക്കുക. നമ്പേഴ്സ് അതിൽ ആ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് ആ സൈഡിൻ്റെ ആ റൂട്ടിനകത്ത് അതിൻ്റെ ഓർഡറാണ്, ആ സൈഡിൻ്റെ ഓർഡറാണ് ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഈ 125 എന്നുള്ളതിന് ഏത് നമ്പറിൻ്റെ ഡിനോമിനേറ്റർ എന്നുള്ള സംഖ്യ ഇവിടെ 3 ആണല്ലോ. അപ്പോൾ ഒരു നമ്പറിൻ്റെ ക്യൂബ് എന്നാക്കി ഇതിനെ എഴുതുക ആദ്യം. അപ്പോൾ അതെന്ത് വരും? 125 എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യൂബാണ്? 5ൻ്റെ ക്യൂബാണ്. 5 × 5 × 5 അല്ലേ? അപ്പോൾ 5³ എന്ന് നമുക്കതിനെ എഴുതാം. അപ്പോൾ 125 ഈസ് 5³ raised to -2/3 അല്ലേ? അപ്പോൾ നമുക്കറിയാം ലോസ് ഓഫ് ഇൻഡിസസിൽ A raised to m raised to n is equal to A raised to m × n. അപ്പോൾ അത് വെച്ചാകുമ്പോൾ എങ്ങനെ എഴുതാം? 3 × -2/3 അല്ലേ? 3 × -2/3 3 അങ്ങ് വെട്ടിപ്പോകും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് തന്നെ നമുക്ക് ഈ 3 അങ്ങ് വെട്ടിക്കളയുന്നു. ഓക്കെ, അപ്പോൾ
ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ബാക്കി പിന്നെ 5 റേസ് ടു -2 എന്ന് വരുന്നു. 5 റേസ് ടു -2. 5 റേസ് ടു -2 എന്താണ്? a റേസ് ടു -n ഈസ് ഈക്വൽ ടു 1/a റേസ് ടു n എന്നെഴുതാം. അപ്പോൾ ഇതിനെ പോസിറ്റീവ് കൃത്യങ്കമായിട്ട് എക്സ്പോണൻ്റായിട്ട് എഴുതാനായിട്ട് നമുക്ക് 1/8 എഴുതിയാൽ മതി. 1/5² എന്ന് എഴുതുക. 1/5². ദാറ്റ്സ് ഈക്വൽ ടു 1/25. ദാറ്റ്സ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം 0.0081 the whole raised to 3/4 into 0.00243 the whole raised to -2/5. ഇവിടെ നമ്മൾ ഇവിടെ 3/4 ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കിയാൽ 4 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയാൽ ഇവിടെ 5 ആണ് അല്ലേ? അപ്പോൾ ഈ നമ്പറിനെ ഏതെങ്കിലും ഒരു റേസ് ടു 4 ആക്കുക, ഈ നമ്പറിനെ ഏതെങ്കിലും ഒരു റേസ് ടു 5 ആക്കുക എന്നുള്ളതാണ് നമുക്ക് അത്രയും മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും കുറേ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ, ക്യൂബ് അങ്ങനെ കുറേ പഠിച്ചു വെക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതിന് വളരെയധികം സഹായകമാകും. പെട്ടെന്ന് നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെത്താൻ അത് വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ നോക്കിയാൽ 81, ഇത് 243 ഇതിലാണ്. ഡെസിമലാണെങ്കിൽ ഇതിനകത്ത് ഈ നമ്പർ നോക്കിയാൽ മനസ്സിലാകും അത് ഏതിൻ്റെ റേസ് ടു 4 ആണ് എന്ന് നോക്കിയാൽ പോലെ. എത്ര ആയിരിക്കും? 81 എന്ന് പറയുന്നത് 3യുടെ റേസ് ടു 4 ആണ്. 3 റേസ് ടു 4 ആണ് 81. ഇവിടെയാണ് 243 എന്ന് പറയുന്നത് 3 റേസ് ടു 5 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഡെസിമലാണ്. 1 2 3 4 4 സ്ഥാനമുണ്ട്, 4 പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇട്ടാൽ റേസ് ടു 4 ഇത് 0.3 × 0.3 × 0.3 × 0.3 എന്ന് പറയുമ്പോൾ അവിടെ പ്രോഡക്റ്റിനകത്ത് 4 സ്ഥാനം വേണം. അപ്പോൾ അവിടെ 4 സ്ഥാനത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ 81 ഉണ്ട്. പിന്നെ 4 സ്ഥാനം ഇവിടെ 2 സീറോയുടെ ഇട്ടാൽ മതി. അങ്ങനെ അപ്പോൾ നമുക്കത് 0.3 റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 0.3 റേസ് ടു 4 ഇവിടെ അതുപോലെ 0.3 ദ ഹോൾ റേസ് ടു 5 എന്ന് നമുക്കവിടെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ റേസ് ടു ഇത് 3/4, ഇത് റേസ് ടു -2/5 അല്ലേ? അപ്പോൾ നമുക്ക് ബേസ് ഒരുപോലെ ആയിക്കഴിഞ്ഞു. ഇനി a റേസ് ടു m ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു a റേസ് ടു m × n. അപ്പോൾ ഇതും കൂടെ പവേഴ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 4ഉം 4ഉം നമുക്ക് കഴിഞ്ഞ ക്ലാസ് പോലെ നമുക്കത് ക്യാൻസൽ ആക്കി. ഇവിടെ 5ഉം മുമ്പിലത്തെ പോലെ ഈ 4ഉം 4ഉം അങ്ങ് ക്യാൻസലായി. അങ്ങനെ ബാക്കി പിന്നെന്താ വരും? 0.3 റേസ് ടു 3 എന്ന് ഇവിടെ വരും. 0.3 റേസ് ടു 3. ഇവിടെയോ 0.3 റേസ് ടു ഇൻറ്റു ഇതോ 5ഉം 5ഉം അങ്ങ് പോയി കഴിയുമ്പോൾ 0.3 റേസ് ടു -2 എന്ന് കിട്ടും. ഇപ്പോൾ ബേസ് ഒരുപോലെയായി. അപ്പോൾ നമുക്കറിയാം a റേസ് ടു m × a റേസ് ടു n എന്ന് പറയുന്ന a റേസ് ടു m + n. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് 0.3 റേസ് ടു 3 + -2 3 -2. അപ്പോൾ എത്ര വരും? 3 - 2 ഈസ് ഈക്വൽ ടു 1. ദാറ്റ്സ് ഈക്വൽ ടു 0.3. ഫ്രാക്ഷനാക്കി വേണമെങ്കിൽ എഴുതാം 3/10. ഓക്കെ, ദ ആൻസർ ഈസ് 3/10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 16 റേസ് ടു 0.75 ഇൻറ്റു 64 റേസ് ടു 0.5 ഇതാണ് ചെയ്യാനുള്ളത്. ഇവിടെയും നമുക്ക് 2 പവേഴ്സിൽ ഉള്ളതിൽ ബേസ് ഒരുപോലെയൊന്നും അല്ല. 16ഉം 64ഉമാണ്. എങ്കിലും ഏതെങ്കിലുമൊക്കെ നമ്പറിൻ്റെ പവറുകളായിരിക്കും ഈ 16ഉം 64ഉം. അപ്പോൾ അത്തരം സെയിം ബേസാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഇത് 16, ഇത് 64. 16 4ആണ് 64. പിന്നെ ഏതിൻ്റെ പവറായിട്ട് വരും? 16 എന്ന് പറയുമ്പോൾ 4ആണ്. 4ൻ്റെ സ്ക്വയറാണ്. ഇതപ്പോൾ എത്ര വരും? 4ൻ്റെ 16 4 അല്ലയോ 64. അപ്പോൾ 4ൻ്റെ ക്യൂബായിരിക്കും ഇത്. അപ്പോൾ ഇത് 4ൻ്റെ സ്ക്വയർ. 16 4ൻ്റെ സ്ക്വയർ, 64 4ൻ്റെ ക്യൂബ്.
അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ബേസ് ഒരുപോലെ ആകും. അപ്പോൾ നമുക്ക് ആദ്യം അതാണ് ആ സ്റ്റെപ്പ് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ ദ ഹോൾ റേസ് ടു 0.75 അല്ലേ, ഇൻറ്റു 4 ക്യൂബ് ദ ഹോൾ റേസ് ടു 0.5. ഇനി നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 4 റേസ് ടു 2 ഇൻറ്റു 0.75 എത്ര വരും? 7.75 ഇൻറ്റു 2 എത്ര വരും? 150 75 അപ്പോൾ 2 സാധനം മാറ്റി കുത്തുമ്പോൾ 1.5. അപ്പോൾ ഇത് 1.5 ഇൻറ്റു ഇതെത്ര വരും? 4 റേസ് ടു 0.5 ഇൻറ്റു 3 അതും 1.5 തന്നെയാണ്. 1.5 4 റേസ് ടു 1.5 ഇൻറ്റു 4 റേസ് ടു 1.5 എത്രയാണത്? ഇത് നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1.5 ആൻഡ് 1.5 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 4 റേസ് ടു 3 4 റേസ് ടു 3 4 റേസ് ടു 3 എത്ര? 4 റേസ് ടു 3 64 16 4 64 റൂട്ട് ഓഫ് 64 എത്ര? 8 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125 റേസ് ടു 7/3 ഇൻറ്റു 625 റേസ് ടു -3/4 ഡിവൈഡഡ് ബൈ 1/5 റേസ് ടു -2 ഈസ് ഈക്വൽ ടു 5 റേസ് ടു k - 1. ദെൻ ഫൈൻഡ് k. കെയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 125 റേസ് ടു 7/3 ഇവിടെ ഈ എക്സ്പൊണൻറ്റിലെ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ നമുക്കിതിനെ പവർ എക്സ്പൊണൻറ്റ് 3 ആയിട്ട് 125നെ എക്സ്പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡിൽ 5 ആണ്, 5 റേസ് ടു k - 1 ആണ്. അപ്പോൾ നമ്മൾ ആ 5 റേസ് ടു ആകത്തക്ക വിധത്തിൽ ലെഫ്റ്റ് സൈഡ് കൂടെ ആക്കിയെടുക്കുക എന്നാണ്. അപ്പോൾ 125 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 റേസ് ടു 3 5 ഇൻറ്റു 5 ഇൻറ്റു 5 അതാണ്. അപ്പോൾ 5 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 7/3 എന്നെഴുതാം ഇൻറ്റു 625 അതിന് 5 റേസ് ടു ആയിട്ട് എഴുതാം. 125 ഇൻറ്റു 5 ആണ് 625. അപ്പോൾ 5 റേസ് ടു 4 ആണത്. അതിനാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 4 ആണ്. അപ്പോൾ 5 റേസ് ടു 4 ദ ഹോൾ റേസ് ടു -3/4 ഡിവൈഡഡ് ബൈ 1/5 റേസ് ടു -2 അതും 5 റേസ് ടു ആക്കണം. ഇന്നിപ്പോൾ -2 ആയതുകൊണ്ട് നമുക്കത് പവർ പോസിറ്റീവ് ആക്കാൻ 1/8 എഴുതിയാൽ മതിയല്ലോ. അതിനെ എങ്ങനെ എഴുതാം? 1/1/5 റേസിൻ്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ആണ് 1/5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/5 സ്ക്വയർ. അപ്പോൾ 1/1/5 സ്ക്വയർ എന്നാണ് വരുന്നത്. 1/1/5 സ്ക്വയർ. അപ്പോൾ റെസിപ്രോക്കൽ ആകുമ്പോൾ 5 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് 5 സ്ക്വയർ എന്ന് എഴുതാം. 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 റേസ് ടു k - 1. ഇവിടെ 5 ക്യൂബ് ദ ഹോൾ റേസ് ടു 7/3 ഇത് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 7/3 ചെയ്താൽ മതി. പവർ 3 വെട്ടി ബാക്കി 7 അങ്ങനെയാണ്. അപ്പോൾ 5 റേസ് ടു 7 ഇൻറ്റു ഇതും 4 അങ്ങ് വെട്ടിപ്പോമല്ലോ. അപ്പോൾ 5 റേസ് ടു -3 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 റേസ് ടു k - 1. ഈ ക്രിയകൾ ഇത് മൾട്ടിപ്ലൈ ദെൻ ഇത് ഡിവൈഡ്. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ എക്സ്പൊണൻ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യുക. 2 സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ 5 റേസ് ടു 7 പ്ലസ് -3 -2 അങ്ങനെ വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 5 റേസ് ടു k - 1. 7 പ്ലസ് -3 4 -2 2. അപ്പോൾ എത്ര വരും? 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 റേസ് ടു k - 1.
ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു k മൈനസ് 1. അപ്പോൾ കെയുടെ വാല്യൂ എത്ര വരും? -1 ഇപ്പുറത്ത് പോയാൽ k ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. k ഈസ് ഈക്വൽ ടു 3. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ 1 by root 9 plus root 8 plus 1 by root 8 plus root 7 plus 1 by root 7 plus root 6 plus 1 by root 6 plus root 5 plus 1 by root 5 plus root 4. ഇവിടെ ഡിനോമിനേറ്ററിൽ ആണ് സൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ റാഷണൽ നമ്പർ വരുന്നതാണ് എളുപ്പം. അപ്പോൾ ഇതിനെ റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ ഇതിപ്പോൾ ഒരെണ്ണം എടുത്താൽ 1 by root 9 plus root 8 ഇത് റാഷണൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ root 9 മൈനസ് root 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? അതായത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ സ്ക്വയറുകളല്ലേ വരത്തുള്ളൂ. അവിടെ ആൻസറിനകത്ത് സ്ക്വയറുകളുടെ ഡിഫറൻസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയറുകൾ വന്നു കഴിഞ്ഞാൽ അതങ്ങ് റൂട്ട് അങ്ങ് പോയി കിട്ടും. അതാണ്. അപ്പോൾ അതുകൊണ്ട് root 9 മൈനസ് root 8 കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് റാഷണലാകും. അപ്പോൾ ന്യൂമറേറ്ററിലും അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ന്യൂമറേറ്ററിൽ root 9 മൈനസ് root 8, ഡിനോമിനേറ്ററിലും root 9 മൈനസ് root 8 എന്നാകും. എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ എന്താകും? root 9ൻ്റെ സ്ക്വയർ 9, root 8ൻ്റെ സ്ക്വയർ 8. അപ്പം 9 മൈനസ് 8 ദാറ്റ്സ് ഈക്വൽ ടു 1. അടുത്തടുത്തുള്ള സംഖ്യയാണ്. അപ്പോൾ 1 എന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് root 9 മൈനസ് root 8 എന്ന് ഇത് മാത്രം റാഷണലൈസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്താൽ കിട്ടും root 9 മൈനസ്. അപ്പോൾ അതുപോലെ ഇതെല്ലാം നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ ഇത് root 9 മൈനസ് root 8 പ്ലസ് ഇതോ root 8 മൈനസ് root 7 പ്ലസ് root 7 മൈനസ് root 6 പ്ലസ് ഇത് root 6 മൈനസ് root 5 പ്ലസ് root 5 മൈനസ് root 4. അങ്ങനെ വരും. നോക്കിയേ, ഇത് ക്യാൻസലായിപ്പോൾ root 8 പ്ലസ് root 8 മൈനസ് root 8 പോവും. ഇതുമ്പോൾ ഇതും വെട്ടി എല്ലാം വെട്ടി. ലാസ്റ്റിലത്തേത് മാത്രമേ ഉള്ളൂ root 9 മൈനസ് root 4. root 9 മൈനസ് root 4. root 9 എത്ര? 3 മൈനസ് root 4 എത്ര? 2. ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ. അപ്പോൾ ഇവിടെ അവസാനത്തേത് ഈ ആദ്യത്തേതും ഈ അവസാനത്തേതും മാത്രമായിട്ട് വരും. root 9 മൈനസ് root 4. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ക്രിയകളൊന്നും ചെയ്യാതെ തന്നെ ആൻസർ എഴുതാനുള്ളതേ ഉള്ളൂ. ഈ ക്രിയകളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇത്ര എളുപ്പം ആൻസറിലെത്താം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി കുറേ പ്രോബ്ലങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.